ഇടുക്കി മൂന്നാറിൽ പുലികൾ ഇറങ്ങി. കരിമല ലോവർ എസ്റ്റേറ്റിലാണ് പുലികളെ കണ്ടതായി തൊഴിലാളികൾ പറഞ്ഞത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, എപ്പോഴാണ് ഈ പുലികളെ കണ്ടത്? ഇപ്പോൾ പുലികൾ ആ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? ഈ മൂന്ന് പുലികളെ ഇവിടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്കായി പോയ ആളുകൾ കണ്ടത്. തുടർന്ന് അവിടെയുള്ള തൊഴിലാളികളെല്ലാം തന്നെ ഓടി വന്ന് കാണുകയായിരുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ മൊബൈൽ പകർത്തിയ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും വനവകുപ്പ് അത്തരത്തിലൊരു സ്ഥിരീകരണം തന്നില്ലെങ്കിൽ തന്നെ അവിടെ പുലികൾ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് ഒരു വാക്കാണ് വനവകുപ്പ് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഇവിടെയുള്ള ഒരു എസ്റ്റേറ്റ് തൊഴിലാളിയായ ശശിയുടെ പശുവിനെ ഇത്തരത്തിൽ തൊഴിലാളികൾ മുമ്പിൽ വെച്ച് തന്നെ രണ്ട് പുലികൾ ഈ പശുവിനെ പുലികൾ ആക്രമിച്ചു കൊണ്ടിരുന്നു. അത് വലിയൊരു വിവാദമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ ഈ മൂന്ന് പുലികളെ ഇന്ന് വൈകുന്നേരം 5 മണിയോടെ തൊഴിലാളികൾ കാണാനിടയായത്. തേയിലത്തോട്ടത്തിന് സൈഡിലൂടെ ഈ പുലികൾ നടന്ന് അടുത്തുള്ള ഒരു യൂക്കാലിപ്റ്റസ് വനത്തിലേക്ക്, ഒരു ചോലവനത്തിലേക്ക് കടക്കുന്നതായാണ് ദൃശ്യങ്ങളിൽ കാണാവുന്നത്. ഏതായാലും വനവകുപ്പ് ഈ കാര്യങ്ങളിലൊന്നും ഒരു സ്ഥിരീകരണം തന്നില്ലെങ്കിൽ തന്നെയും ദൃശ്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായാലും നാളെ ഈ പ്രദേശത്ത് ഒരു ക്യാമറ സ്ഥാപിക്കാനുള്ള 3ഓളം ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇടുക്കിയെ അപേക്ഷിച്ച് ഈ മൂന്നാറിനെ അപേക്ഷിച്ച നിലവിൽ പടയപ്പ ഒരു വശത്തും കാട്ടാനക്കൂട്ടം ഒരു വശത്തും, അതോടൊപ്പം തന്നെ ഈ പുലികളുടെ സാന്നിധ്യം ഏറിയതോടെ തന്നെ ഈ ഇവിടെയുള്ള തൊഴിലാളികൾ വളരെ ആശങ്കയിലാണ്. ഇപ്പൊ ഈ പടയപ്പ തുരത്താനുള്ള ഒരു നടപടി ഒരു സൈഡിൽ ആരംഭിക്കുമ്പോൾ മറ്റൊരു ജനവാസ മേഖലയിൽ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ആളുകൾ ഉന്നയിക്കുന്നത്. കാരണം തൊഴിലാളികൾക്ക് ഈ തോട്ടം മേഖലയിലേക്ക് ജോലിക്ക് പോകാൻ തന്നെ ഭയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നൊരു ആവശ്യം തന്നെ വർഷങ്ങളോളം ഒരു പഴക്കമുണ്ട് അവരുടെ ഒരു ആവശ്യത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 3 പുലികൾ ഇറങ്ങിയതോടെ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് തൊഴിലാളികളുള്ളത്. മേഖലയിൽ ക്യാമറ സ്ഥാപിച്ച് അല്ലെങ്കിൽ കൂട് സ്ഥാപിച്ച് ഈ പുലികളെ പിടികൂടണമെന്നാണ് തന്നെയാണ് ഈ തൊഴിലാളികൾ ആവശ്യം ഉന്നയിക്കുന്നത്. ഏതായാലും ഈ 3 പുലികൾ ഇറങ്ങിയതോടെ ഇപ്പോൾ തൊഴിലാളികൾ വലിയൊരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പുലികളെ പിടികൂടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഏതായാലും വനവകുപ്പ് അത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നാളെ ഈ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരു നടപടി വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലബീഷ്. ശരി ബിനീഷ്, മൂന്നാർ കനിമല ലോവർ എസ്റ്റേറ്റിൽ പുലികൾ ഇറങ്ങിയിരിക്കുന്നു. തൊഴിലാളികൾ പുലികളുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്. നാളെ ഈ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്നാണ് ബിനീഷ് ആന്റണി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.